ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ്സാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ ഇനി നെക്സ്റ്റ് അടുത്തത് എന്ത് എന്നുള്ളൊരു ആലോചനയിൽ നിൽക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിതാ ആനുവൽ എക്സാമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസ് മാതിരിയല്ല, ഇനി കുറച്ച് ടഫായിരിക്കും നമ്മുടെ ആനുവൽ എക്സാമിലെ. മാത്രമല്ല കുറേ പോർഷൻസും പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞ മുഴുവൻ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ആനുവൽ എക്സാമിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമുക്ക് കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിവിഷനാണ്. ഓരോ ചാപ്റ്ററുകളും റിവൈസ് ചെയ്യുക, ആദ്യം മുതലേ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ റിവിഷന് വേണ്ടിയിട്ട് തന്നെ സൈലം പ്രാണ എൻ ഗെയിം എന്ന് പറഞ്ഞൊരു ബാച്ച് ലോഞ്ച് ചെയ്യാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. മെയിനായിട്ടും റിവിഷനാണ് ഈ ഒരു ബാച്ചിൽ നോക്കുന്നത്. ആദ്യം മുതലാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു ഓഫർ കൂടെയാണ്. ഈ ഒരു 899 ആണ് ഈ ഒരു ബാച്ച് അവൈലബിൾ ആവുന്നത്. വെറും 899 ആണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സെറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ബാച്ചിൽ അടിപൊളിയായിട്ട് റിവൈസ് ഒക്കെ ചെയ്ത് ആനുവൽ എക്സാം അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ആ ഒരു ചോദ്യം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഷിമയുടെ പിറന്നാളിന് അച്ഛൻ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. ഷിമാസ് ഫാദർ ബോട്ട് ഹെർ എ സൈക്കിൾ ഓൺ ഹെർ ബർത്ത്ഡേ. അതിൻ്റെ വില 5455 രൂപയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷിമ എന്ത് ചെയ്തു? ഈ ഒരു സൈക്കിൾ വിറ്റു കേട്ടോ. വാങ്ങിയ വിലയിൽ നിന്ന് 3100 രൂപ കുറച്ചിട്ടാണ് വിറ്റിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് പ്രൈസ് വാസ് 5455. ദ സൈക്കിൾ വാസ് സോൾഡ് ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്തു? വിറ്റു അല്ലേ. ഇറ്റ് വാസ് സോൾഡ് ഫോർ ₹3100 ലെസ് ദാൻ ദ കോസ്റ്റ് പ്രൈസ്. യെസ്, അവർ വാങ്ങിയ വിലയിൽ നിന്നും 3100 രൂപ കുറച്ചിട്ടാണ് അവർ വിറ്റിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ ഷിമയ്ക്ക് സൈക്കിൾ വാങ്ങിയപ്പോൾ എത്ര രൂപ കിട്ടി? ഹൗ മച്ച് ഡിഡ് ഷിമ ഗെറ്റ് വെൻ ഷീ സോൾഡ് ഹെർ സൈക്കിൾ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവടാ? നമ്മൾ 5455 റുപ്പീസിനായിരുന്നു ആ ഒരു സൈക്കിൾ വാങ്ങിയത് അല്ലേ. അതിൽ നിന്ന് എത്ര കുറച്ചിട്ടാണ് ഷിമ വിറ്റിട്ടുണ്ടായിരുന്നത്? 3100 റുപ്പീസ് കുറച്ചിട്ടായിരുന്നു ഷിമക്കുട്ടി വിറ്റിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടും കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് നമ്മളുടെ ഷിമയ്ക്കില്ലേ? ഹൗ മച്ച് ഡിഡ് ഷിമ ഗെറ്റ് വെൻ ഷീ സോൾഡ് ഹെർ സൈക്കിൾ. ഈ ഒരു സൈക്കിൾ വിറ്റപ്പോൾ എത്രയാണ് നമ്മളുടെ ഷിമയ്ക്ക് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. സോ 5 - 0 എന്ന് പറയുന്നത് 5, 4 - 1 എന്ന് പറയുന്നത് 3, 5 - 3 2 സോ 2355, 2355 ആണ് നമ്മുടെ ഷിമയ്ക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പുതിയ സൈക്കിൾ വാങ്ങാൻ അച്ഛൻ 4350 രൂപ കൂടി കൊടുത്തു അല്ലേ. എത്രയാണ്? 4350. ഷിമ wanted to buy a new cycle. Her father gave ₹4350 more. How much does she have now? അവളുടെ കൈവശം ഇപ്പോൾ എത്ര രൂപയുണ്ടല്ലേ. അപ്പോൾ നേരത്തെ എത്രയായിരുന്നു? 2355 2355 രൂപയായിരുന്നു ഷിമക്കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ അച്ഛൻ എന്ത് ചെയ്തു? 4350 രൂപ കൂടെ കൊടുത്തു. അപ്പോൾ ആകെ എത്ര ഉണ്ടാവും നമ്മുടെ ഷിമക്കുട്ടിയുടെ കയ്യിൽ ഇതല്ലേ? 5 + 0 5 ആണ്. 5 + 5 10, 3 + 3 6, 6നോട് 1 കൂട്ടിയാൽ 7, 4 + 2 എത്രയാണ്? 4 + 2 6 ആണല്ലേ. അപ്പോൾ 6705 6705 റുപ്പീസാണ് നമ്മളുടെ ഷിമക്കുട്ടിയുടെ കയ്യിലുള്ളത്. ഇനി അടുത്ത ചോദ്യം, പുതിയ സൈക്കിളിന് 7340 രൂപയാണ്. 7340 റുപ്പീസാണ് പുതിയൊരു സൈക്കിളിന്. അപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങാൻ എത്ര രൂപ കൂടി വേണം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലെ. ദ ന്യൂ സൈക്കിൾ കോസ്റ്റ് ₹7340. ഹൗ മച്ച് മോർ ഡസ് ഷീ റിക്വയർഡ് ടു ബൈ എ ന്യൂ സൈക്കിൾ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 6705 6705 രൂപ നമ്മൾ കുറച്ചാൽ മതി അല്ലേ. നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 0യിൽ നിന്ന് 5 പോകില്ല. അപ്പോൾ 10 ആകും. ഇവിടെ 3 ആകും അല്ലേ. 10 - 5 എന്ന് പറയുന്നത് 5 ആണ്. 3 - 0 3 ആണ്. ഇവിടെ 3 എന്താകൂടാ? 13 ആകും അല്ലേ. ഇവിടെ 6 ആകും. സോ 13 - 7 13ൽ നിന്ന് 7 കുറച്ചാൽ 6 ആണ് നമുക്ക് ഉത്തരം കിട്ടുക അല്ലേ. 635 രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പുതിയ സൈക്കിൾ നമ്മുടെ ഷിമക്കുട്ടിക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.